നമസ്കാരം. തെന്നാലി രാമൻ കഥകളിലെ 29ാമത്തെ കഥ. മുമ്പൊരിക്കൽ രാമനും ഒരു പൂച്ചയും തമ്മിൽ ഒരു ഇടപാടുണ്ടായല്ലോ. ഇതാ ഇപ്പോഴും അമ്മാതിരി ഒരു സമ്പർക്കം ഉണ്ടാവുന്നു, വ്യത്യസ്തമായ രീതിയിലെന്ന് മാത്രം. രാമന്റെ വീട്ടിൽ കുറേ എലികൾ പാർപ്പുറപ്പിച്ചു. അവ പലതും കടിച്ചു മുറിച്ചു. കൂട്ടത്തിൽ രാമന്റെ ഭാര്യയുടെ വില കൂടിയ പട്ടുവസ്ത്രത്തെയും. ദമ്പതികൾക്ക് എലികളോട് കലി കയറി. രണ്ടുപേരും കൂടി വടിയെടുത്ത് എലികളെ തല്ലിക്കൊല്ലാൻ നോക്കി. ഒന്നാമത് എലികളെ കണ്ടുകിട്ടാൻ പ്രയാസം, രണ്ടാമത് കണ്ടുകിട്ടിയാലും അവയെ തല്ലുകൊള്ളിക്കാൻ വിഷമം. എന്നാൽ ഇനി ഒരു പൂച്ചയെ വളർത്തുക തന്നെ. അങ്ങനെ വീണ്ടും ഒരു പൂച്ച രാമന്റെ ഗൃഹത്തിൽ താമസക്കാരനായി. രാമനും ഭാര്യയ്ക്കും കിട്ടാത്ത എലികൾ പൂച്ചയ്ക്ക് കിട്ടി. അങ്ങനെ എലികളുടെ ശല്യം ഇല്ലാതെയായി. അതിൽ ദമ്പതികൾക്ക് സന്തോഷവുമായി. പക്ഷേ പിന്നീടൊരു കുഴപ്പമുണ്ടായി. വീട്ടിൽ അടങ്ങിയിരിക്കുന്ന പ്രകൃതമല്ല പൂച്ചയ്ക്ക്. അവൻ മിക്കപ്പോഴും സ്വൈരസഞ്ചാരത്തിന് ഇറങ്ങാറുണ്ട്. അടുത്തുള്ള പ്രഭുഗൃഹം ദിവസവും സന്ദർശിക്കാതിരിക്കില്ല. അവിടെ ഒരു കിളിയെ വളർത്തുന്നുണ്ട്. കിളിയെ പിടിച്ച് തിന്നാനാണ് പൂച്ചയുടെ ശ്രമം. ഒരു നാൾ ശ്രമം ഫലിക്കുക തന്നെ ചെയ്തു. പ്രഭിക്കും വല്ലാത്ത സങ്കടമുണ്ടായി. തൻ്റെ ഓമന കിളിയെ അയൽവീട്ടിലെ പൂച്ച കൊന്നിരിക്കുന്നു. ആ പൂച്ചയെ അടിച്ചു കൊല്ലണം. അതിനായി പ്രഭുവിനോട് ശാഠ്യം തുടങ്ങി. പ്രഭു രാമന്റെ പൂച്ചയെ പിടികൂടി. അതിനെ തല്ലിക്കൊല്ലാനായി അദ്ദേഹത്തിൻ്റെ ഭാവം. ഇതറിഞ്ഞ് അയൽക്കാരനായ രാമൻ ഓടിയെത്തി. പ്രഭു, ദയവ് ചെയ്ത് എൻ്റെ പൂച്ചയെ കൊല്ലരുത്. അത് തെറ്റാണ് ചെയ്തത്, സമ്മതിച്ചു. അവിടുന്ന് ആ തെറ്റ് ക്ഷമിച്ച് പൂച്ചയെ തരണം. എൻ്റെ വീട്ടിൽ എലികളുടെ ശല്യം കൂടുതലായിരുന്നു. ഈ പൂച്ച കാരണം ശല്യമില്ലാതായി. അവനില്ലെങ്കിൽ ആ ശല്യം വീണ്ടും ഉണ്ടാവും, രാമൻ പറഞ്ഞു. രാമന്റെ അപേക്ഷ സ്വീകരിക്കാൻ പ്രഭു തയ്യാറായില്ല. സ്നേഹിത, വാസ്തവത്തിൽ എലികളെ പിടിക്കാൻ പൂച്ചയൊന്നും വേണ്ട. പൂച്ച ഇല്ലാതെ എലികളെ കൊല്ലാൻ എനിക്കറിയാം. നിങ്ങളും ആ വിദ്യ പഠിക്കുന്നത് നന്നായിരിക്കും, പ്രഭു അഭിപ്രായപ്പെട്ടു. അദ്ദേഹം രാമന്റെ പൂച്ചയെ തല്ലിക്കൊന്നു. ഒന്നും പറയാതെ രാമൻ ഇറങ്ങിപ്പോയി. ഒരു യുക്തി അയാളുടെ മനസ്സിൽ ഉദിച്ചിട്ടുണ്ട്. ആ യുക്തി പ്രയോഗമാക്കണം. അതിനായി നിശ്ചയം. ഒരു ദിവസം പ്രഭുവിന് ഒരു സമ്മാനപ്പെട്ടി വന്നു ചേർന്നു. ഏതോ സ്നേഹിതൻ കൊടുത്തയച്ചതാണ്. അതായിരുന്നു പ്രഭുവിൻ്റെയും പ്രഭിയുടെയും വിശ്വാസം. ആരായിരിക്കും അയച്ചത്? എന്തായിരിക്കും ഉള്ളടക്കം? അറിയാൻ അവർക്ക് തിടുക്കമായി. ഇരുവരും കൂടി ധൃതിയിൽ കെട്ടുകൾ അഴിച്ച് പെട്ടി തുറന്നു. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പെട്ടി നിലത്തു വീണു. ഉള്ളടക്കം കണ്ടപ്പോഴുള്ള ഭയമായിരുന്നു കാരണം. ഒട്ടുവളരെ എലികൾ പുറത്തേക്ക് ചാടി ഓടിപ്പോയി. അവ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് ഒളിച്ചിരുന്നു. ആളൊഴിഞ്ഞിട്ട് വേണം തങ്ങളുടെ ജോലി ചെയ്യാൻ. എലി ഒഴിഞ്ഞ പെട്ടിക്കകത്ത് എന്താണ്? വളരെ ദീർഘമായ ഒരു കത്ത്. പ്രഭു കത്തെടുത്ത് പ്രഭിയെ വായിച്ച് കേൾപ്പിച്ചു. ബഹുമാനപ്പെട്ട പ്രഭു, എനിക്ക് അറിഞ്ഞുകൂടാത്ത വിദ്യ താങ്കൾക്കറിയാം എന്ന് പറയുകയുണ്ടായല്ലോ. അതായത് പൂച്ചയെ കൂടാതെ എലികളെ പിടിക്കുന്ന വിദ്യ. ആ വിദ്യ പ്രയോഗിക്കാനായി ഞാനിതാ താങ്കൾക്ക് ഒരവസരം തന്നിരിക്കുന്നു. ഫലം എന്തെന്ന് എന്നെ അറിയിക്കാൻ ദയവുണ്ടാകണം എന്ന് അയൽപക്കക്കാരൻ തെന്നാലി രാമൻ. നന്ദി.